നിനക്കായി മാത്രം ഭാഗം 12. ട്രെയിനിലാണ് ഹരി തിരികെ നാട്ടിലേക്ക് പോയത്. 2 വർഷത്തിന് ശേഷം നാട്ടിലെ ശുദ്ധവായു ശ്വസിച്ചപ്പോൾ തന്നെ ഹരിക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് തോന്നിയത്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഒരു ടാക്സി വിളിച്ചാണ് വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയത്. ഇവിടെ നിന്ന് പോയപ്പോൾ ഉള്ളതിലും വ്യത്യാസമായി ഇപ്പോൾ അവനൊരു തികഞ്ഞ കൗമാരക്കാരനാണ്. ഒരു പരിധിവരെ വളർന്നു നിൽക്കുന്ന പൊടിമീശയും ചെറിയ കുറ്റിത്താടിയും അവന് ശരിക്കും ഒരു കൗമാരക്കാരൻ്റെ എടുപ്പ് കൊടുത്തു. വീടിൻ്റെ മുറ്റത്തേക്ക് പോയിറങ്ങാതെ അവൻ കവലയിൽ തന്നെ വണ്ടി നിർത്തി. അവിടെ ഒരു പെട്ടിക്കടയിൽ കയറി കുറച്ച് ചായ കുടിച്ചു. കോവിലകത്തെ സതീശൻ്റെ മോനല്ലേ നീ? ചായക്കടയിലെ ചേട്ടൻ ചോദിച്ചപ്പോൾ അവൻ ഒരു നിമിഷം അല്ലെന്ന് പറയണമോ അതോ അതേ എന്ന് പറയണോ എന്ന് സംശയിച്ചു. അത്ര വലിയ സുഖമില്ലാത്ത രീതിയിൽ അവൻ വെറുതെ ഒന്ന് തലയാട്ടി ആ ചോദ്യത്തിന്. കുറേ നാളായല്ലോ നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ട്. നീ എവിടെയോ പോയി വക്കീലാവാൻ വേണ്ടി പഠിക്കുവാണെന്നൊക്കെ ഇവിടെ നാട്ടിലാരൊക്കെയോ പറയുന്നത് കേട്ടിരുന്നു. അതെ, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ചെന്നൈയിലായിരുന്നു. തികഞ്ഞ പുഞ്ചിരിയോടെയാണ് അവൻ ആ ചോദ്യത്തിനെല്ലാം ഉത്തരം കൊടുത്തത്. അതിന് അയാളും ഒന്ന് ചിരിച്ചു അവനെ നോക്കി. അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ സംശയമായിരുന്നു. തന്നെ ഇനി വീട്ടിലേക്ക് കയറ്റുവോ ഇല്ലയോ എന്നൊന്നും അവന് യാതൊരു എത്തും പിടിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു നിമിഷത്തെ തോന്നലിൽ നാട്ടിലേക്ക് വണ്ടി കയറിയത് തെറ്റിപ്പോയോ എന്ന് പോലും അവൻ ചിന്തിച്ചു പോയി. പോകുന്ന വഴിയിൽ തന്നെ ഒരു ചെറിയ അമ്പലമുണ്ട്. കോവിലകത്ത് തറവാടിൻ്റെ കുടുംബക്ഷേത്രമാണ് അതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും വെറുതെ അവിടെ കൂടി കയറാമെന്ന് കരുതി. കുളിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒന്ന് തൊഴുതു. വൈകേ. അങ്ങനെ നിന്ന് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ നിന്നൊരു പെൺകുട്ടി വൈകേ എന്ന് ഉറക്കെ വിളിക്കുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. പെട്ടെന്ന് ഒരു ഉൾപ്രേരണയിൽ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വഴിയിലൂടെ ഓടുന്നൊരു പെൺകുട്ടിയെയാണ്. ആ പെൺകുട്ടി അങ്ങനെ ഓടുന്നത് കണ്ടതും അവൻ വേഗം എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്ന് കരുതി തൊഴുതു കഴിഞ്ഞതിന് ശേഷം ബാഗ് എടുത്ത് അമ്പലത്തിന് വെളിയിലേക്ക് ഇറങ്ങി വഴിയിലേക്ക് എത്തി നോക്കി. നോക്കുമ്പോൾ കാണുന്നത് വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചെറിയൊരു ഗന്ധരാജൻ്റെ മരത്തിൽ നിന്നും അതിൻ്റെ ചാഞ്ഞു നിൽക്കുന്ന കൊമ്പിൽ നിന്നും പൂവ് പറിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ്. അവൾക്ക് പൊക്കം കുറവാണ്, അതുകൊണ്ട് തന്നെ പൂ പറിക്കാൻ നല്ല രീതിയിൽ തന്നെ എത്തി വലിഞ്ഞ് ചാടേണ്ടി വരുന്നുണ്ട്. പൂ പറിക്കുന്ന പെൺകുട്ടിയും അവളെ വിളിക്കുന്ന പെൺകുട്ടിയും യൂണിഫോമിലാണ്. സ്കൂളിലേക്ക് എന്തോ പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. നിനക്ക് വട്ടാണോ വൈകി ഈ പൂവൊക്കെ പറിച്ചെടുക്കാൻ? വേണി, നീ പറയുന്നത് പോലെയല്ല, ഇതിന് നല്ല മണമാണ് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി വീണ്ടും എത്തി വലിഞ്ഞ് അത് പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചു. ആ പെൺകുട്ടി അവളുടെ പേര് വിളിച്ച് ഓടുന്നത് കേട്ടപ്പോൾ അവൻ ഇനി വല്ല ആക്സിഡൻ്റ് ആയതാണോ എന്ന് കരുതി വന്ന് നോക്കിയതാണ്. ഇവിടെ പൂ പറിക്കുന്നത് കണ്ടതും അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. അവരുടെ അരികിലൂടെ അവൻ നടന്നു പോയ കൃത്യസമയത്ത് വൈകി ഒന്ന് ഉയർന്നു ചാടി കൃത്യമായിട്ട് ആ പൂവിൽ തന്നെ കയറി പിടിച്ചു. ഒരു കണക്കിന് എത്തിച്ചാടിയാണെങ്കിലും അവൾ ആ പൂ കയ്യിലെത്തിച്ചു. പൂവ് കയ്യിലേക്ക് കിട്ടിയെങ്കിലും നിലത്തുറച്ചു നിൽക്കാൻ കഴിയാതെ അവൾ നേരെ താഴേക്ക് വീണു പോയിരുന്നു. പക്ഷേ വീഴാൻ പോയത് അവൻ്റെ ദേഹത്തേക്കാണെന്ന് മാത്രം. അവൻ സൂപ്പർ ഹീറോ ഒന്നും അല്ലല്ലോ പിടിച്ചു നിർത്താനായിട്ട്. അപ്പോഴേക്കും ദാ രണ്ടും കൂടി താഴെ കിടക്കുന്നു. വേണിയാണെങ്കിൽ ഇവള് പെട്ടെന്ന് അങ്ങനെ വീഴുമെന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഞെട്ടി നോക്കി. വേണി, പിടിക്ക്. താഴെ കിടന്ന് വൈഗ അവളുടെ യൂണിഫോമിൽ പിടിച്ച് വലിച്ചു. വേണി കൈ കൊടുത്തതും അതിൽ പിടിച്ച് വൈഗ എഴുന്നേറ്റു. അവൾ എഴുന്നേറ്റതിന് ശേഷമാണ് ആരാണ് തൻ്റെ കൂടെ വീണത് എന്ന് നോക്കിയത്. ഹരി അപ്പോഴും താഴെ കിടക്കുകയാണ്. എവിടെ നോക്കിയാ കൊച്ചേ നീ നടക്കുന്നത്? നടു ഒടിഞ്ഞു എന്ന് തോന്നുന്നു എൻ്റെ. ഹരി നിലത്ത് കൈകുത്തി എഴുന്നേറ്റ് നിന്നു. സോറി ചേട്ടാ, അറിയാതെ പറ്റിപ്പോയതാണ്. വൈഗ വേഗം തന്നെ അവനോട് സോറി പറഞ്ഞു. പോവാൻ നോക്ക്. കയ്യിലെയും ദേഹത്തെയും അഴുക്കൊക്കെ തുടച്ചു നീക്കിക്കൊണ്ട് ഹരി പറഞ്ഞതും രണ്ടുപേരും വേഗം മുന്നിലേക്ക് നടക്കാൻ ഒരുങ്ങി. മുന്നിലേക്ക് നടന്നതിന് ശേഷം വൈഗ അവനെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. എവിടെയോ കണ്ടു മറന്നതുപോലെ ഒരു മുഖം. വൈഗ തിരിഞ്ഞു നോക്കി പോകുന്നത് ഹരി കണ്ടുവെങ്കിലും അവളെ അവൻ നോക്കാനേ പോയില്ല. അവൻ ദേഹത്തെ പൊടിയൊക്കെ തട്ടിക്കളയുന്ന തിരക്കിലായിരുന്നു അന്നേരം അത്രയും. അത് കഴിഞ്ഞ് മുന്നിലേക്ക് നോക്കിയപ്പോഴാണ് അവൾ തന്നെ നോക്കുന്നത് ഹരി കണ്ടത്. പുരികമുയർത്തി അവളെ നോക്കി എന്താണെന്ന് ചോദിച്ചു അവൻ. അതിന് അവൾ ഒന്നുമില്ല എന്ന് കാണിച്ച് നടപ്പിൻ്റെ വേഗത കൂട്ടി. നീ ഇങ്ങനെ തിരിഞ്ഞു നോക്കി നടക്കാതെ വേഗം നടന്നേ, ഇല്ലെങ്കിൽ ആ ചേട്ടൻ വല്ല ചീത്തയും പറയും. രാവിലെ തന്നെ അയാൾ തള്ളിയിട്ടതും പോരാ, പിന്നെ വായി നോക്കാൻ പോകുന്നു അവള്. വേണി അവൾ തിരിഞ്ഞു നോക്കുന്നത് കണ്ടതും അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് വേഗം നടന്നു. എടീ, ആ ചേട്ടനെ എനിക്കറിയാം, ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. വൈഗ പറഞ്ഞതും വേണി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവളുടെ നോട്ടം കണ്ടതും പിന്നെ ഒന്നും മിണ്ടാതെ വൈഗ അവളുടെ കൂടെ നടന്നു. ഹരി പിന്നെ അവരെ മൈൻഡ് ചെയ്യാതെ വേഗം നടന്ന് വീട്ടിലേക്കെത്തി. ഗേറ്റിന് മുന്നിൽ വന്ന് അവനൊന്ന് നിന്നു. കോവിലകത്ത് എന്ന് സ്വർണ്ണ ലിപികളിൽ കൊത്തിവെച്ചിരിക്കുന്നത് അവനൊന്ന് നോക്കി. സെക്യൂരിറ്റി വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. ആരാ? അയാളുടെ വക ചോദ്യം. ആ ചോദ്യം കേട്ടതും അവൻ്റെ ചുണ്ടിൽ സ്വയം പുച്ഛിക്കുന്ന രീതിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു.
താൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഉള്ള ആളല്ല ഇപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത്, പുതിയ ആരോ ആണ്. അല്ലെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും നല്ല സ്വഭാവം കാരണം ഒരാൾ പോലും ഇവിടെ ശരിക്ക് ജോലിക്ക് വന്നാൽ ഉറച്ചു നിൽക്കില്ല. ഏറ്റവും കൂടിപ്പോയാൽ 1-2 മാസം, അത് കഴിയുമ്പോൾ തന്നെ ജീവനും കൊണ്ട് ഓടും എല്ലാവരും. സതീശൻ്റെ വീട് തന്നെയല്ലേ ഇത്? സെക്യൂരിറ്റി ചോദിച്ച ചോദ്യത്തിന് തിരികെ ഒരു മറുചോദ്യമാണ് ഹരി ചോദിച്ചത്. അതിൽ സെക്യൂരിറ്റി അതേന്ന രീതിയിൽ അവനെ നോക്കി തലയാട്ടി. താൻ മാറ്, ഞാൻ സംസാരിച്ചോളാം. ഹരി ഗൗരവത്തിൽ അങ്ങനെ പറഞ്ഞതും അയാൾ തലയാട്ടിക്കൊണ്ട് ഗേറ്റിന് മുന്നിൽ നിന്ന് മാറിക്കൊടുത്തു. ഇവിടുത്തെ അവകാശിയാണ്, തുറന്നിട്ട വാതിലിലൂടെ അനുവാദം പോലും വാങ്ങാതെ അകത്തേക്ക് കയറാം. പക്ഷേ തനിക്കതിന് പറ്റില്ല. ഹരി വീടിൻ്റെ മുന്നിൽ വന്ന് കോളിംഗ് ബെല്ലിൽ അമർത്തി. ശബ്ദം കേട്ടപ്പോൾ തന്നെ അമ്മയാണ് മുന്നിലേക്ക് വന്നത്. 2 വർഷം കഴിഞ്ഞ് മകനെ കാണുന്ന സന്തോഷം ഒരു കണിക പോലും അവരുടെ മുഖത്തുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു അവനിലും. 2 വർഷത്തിന് ശേഷം അമ്മയെ കണ്ടതിലുള്ള പ്രത്യേകിച്ച് സന്തോഷമോ സങ്കടമോ അങ്ങനെ യാതൊരു വികാരവും ഇല്ലാത്തൊരു ഭാവമായിരുന്നു അവനിലും. "ഹാ, നീ വന്നോ?" ഒരുതരം പുച്ഛത്തോടെ ചോദിച്ചുകൊണ്ട് അമ്മ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. ഹരി അതിനവരെ വെറുതെ നോക്കി നിന്നു. അല്ലാതെ പറയാൻ മറ്റൊന്നുമില്ലല്ലോ. "കയറ്, മകനെ ഇറക്കി വിടാനാവില്ലല്ലോ, അതും ഈ പ്രായത്തിൽ." അങ്ങനെ ഒരു ചിന്ത കാരണം മാത്രമാവും അമ്മ തന്നെ അകത്തേക്ക് കയറാൻ അനുവദിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹരിക്ക് അധികം സമയം വേണ്ടി വന്നില്ല. "ഓ, വന്നല്ലേ?" അവനെ കണ്ടപ്പോൾ അച്ഛനും അത് തന്നെ പറഞ്ഞു. അതിന് ചെവി കൊടുക്കാതെ അവൻ അവൻ്റെ മുറിയിലേക്ക് പോവുകയാണ് ചെയ്തത്. താൻ പോയപ്പോൾ ഉള്ളതുപോലെ തന്നെയുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ പിടിച്ചു തന്നെ. ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോലും ആരും ഇതിലേക്ക് കയറിയിട്ടില്ല എന്നവന് മനസ്സിലായി. എന്തായാലും ഈയൊരു രീതിയിൽ ആ മുറിയിൽ ഒന്ന് സമാധാനമായിട്ട് കിടക്കാൻ കഴിയില്ല എന്നവന് മനസ്സിലായി. ആകെ അഴുക്കും പൊടിയും ഒക്കെ ആയിട്ട് ആകെ നശിഞ്ഞിരിക്കുകയാണ്. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ബാഗ് ഒരു അരികിലേക്ക് വെച്ച് അവൻ നേരെ ചൂലും തുടക്കാനുള്ള വെള്ളവും തുണിയും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ട് ഇതെല്ലാം ചെയ്ത് നല്ല ശീലമാണ്. എവിടെയായാലും വൃത്തിയായിട്ട് കിടക്കണം എന്നൊരു ശീലമുണ്ട് തനിക്ക്. അതുകൊണ്ട് ആദ്യം പൊടിയൊക്കെ അടിച്ച് വൃത്തിയാക്കി. എല്ലാം വൃത്തിയാക്കി ഒരു പൊടി പോലും ഇല്ലാതെ എല്ലാം തുടച്ചു നീക്കി. ശേഷം കുളിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി കട്ടിലിലേക്ക് കിടന്നു. കട്ടിലിലേക്ക് കിടന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് രാവിലെ വരുന്ന വഴിക്ക് തന്നെ ഇടിച്ചു മറിച്ച് ഇട്ട പെൺകുട്ടിയാണ്. പക്ഷേ കുറച്ചു സമയം അവളെ ഓർത്തങ്ങനെ കിടന്നപ്പോൾ അവൻ തലയൊന്ന് കുടഞ്ഞു. എന്തിനാണ് താൻ അവളെക്കുറിച്ച് ഓർക്കുന്നതെന്ന രീതിയിൽ. അങ്ങനെ ആ ദിവസം പതിയെ മുന്നോട്ട് നീങ്ങി. വൈകുന്നേരം പുറത്തേക്കിറങ്ങണം, എന്നാലേ കൂട്ടുകാരെയൊക്കെ കാണാൻ കഴിയൂ. എല്ലാവരും വൈകിട്ടാകുമ്പോൾ കണ്ടത്തിലേക്ക് എത്താതിരിക്കില്ലല്ലോ. അങ്ങനെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ ഇതായിരുന്നു. ചെറുപ്പം മുതലേയുള്ള തൻ്റെ ബോർഡിംഗ് ജീവിതവും അച്ഛൻ്റെയും അമ്മയുടെയും ക്രൂരതയ്ക്കുമൊക്കെ ഇടയിൽ തനിക്ക് ആശ്വസിക്കാൻ ആകെ ഉണ്ടായിരുന്നതാണ് ഈ കൂട്ടുകാരും കളികളുമൊക്കെ. അങ്ങനെ വൈകിട്ട് ഏകദേശം 4 മണിയായപ്പോൾ തന്നെ ഹരി പുറത്തേക്കിറങ്ങി. അങ്ങനെ നടന്നു പോകുന്ന വഴി ഓരോരുത്തരൊക്കെ കാണുമ്പോൾ അവരോടൊക്കെ അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും കണ്ടത്തിലേക്ക് എത്താൻ കുറച്ച് ദൂരം നടക്കാനുണ്ട്. മുൻപായിരിക്കുമ്പോൾ സൈക്കിളുണ്ട്, അതിനിങ്ങോട്ടേക്ക് എത്താൻ പറ്റും. പക്ഷേ ഇപ്പോൾ വീട്ടിൽ നോക്കിയിട്ട് തൻ്റെ സൈക്കിള് കാണുന്നില്ലായിരുന്നു. അത് ഒരുപക്ഷെ താനില്ലാത്തത് കൊണ്ട് അച്ഛനും അമ്മയും ആർക്കെങ്കിലും കൊടുത്തു കളയുകയോ അല്ലെങ്കിൽ വിറ്റ് കളയുകയോ ചെയ്തതായിരിക്കും എന്നവന് തോന്നുന്നുണ്ടായിരുന്നു. അവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അതൊക്കെ എപ്പോൾ ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി. അവരെക്കുറിച്ച് ഓർക്കാൻ തന്നെ ഇഷ്ടമല്ല, എങ്കിലും മനസ്സില്ലാ മനസ്സോടെ അത് തന്നെ വീണ്ടും കടന്നു വരും. മനസ്സിൽ നിന്ന് ആവക ചിന്തകളൊക്കെ എടുത്തു മാറ്റി അവൻ വീണ്ടും മുന്നിലേക്ക് നടന്നു. അങ്ങനെ മുന്നിലേക്ക് നടക്കുന്ന വഴിയാണ് വീണ്ടും രാവിലെ തന്നെ ഇടിച്ചിട്ട പെൺകുട്ടിയും അവളുടെ കൂട്ടുകാരിയും കൂടി തനിക്കെതിരായിട്ട് നടന്നു വരുന്നത് അവൻ കാണുന്നത്. രാവിലെ സ്കൂളിൽ പോയിട്ട് തിരികെ വരുവാണ്. യൂണിഫോം തന്നെയാണ് 2 പേരുടെയും വേഷം. "എടി, ദാ നീ രാവിലെ ഇടിച്ചിട്ട ചേട്ടൻ." ദൂരെ നിന്ന് ഹരി നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ വേണി വൈകിയോട് സ്വകാര്യം പോലെ പറഞ്ഞു. വൈകിയാണെങ്കിൽ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾക്ക് അവൻ ദൂരെ നിന്ന് നടന്നു വരുമ്പോൾ തന്നെ അതാരാണെന്ന് മനസ്സിലായിരുന്നു. അവൻ്റെ അടുത്തേക്ക് എത്തിയതും വൈഗ അവനെ നോക്കി പരിചയഭാവത്തിലൊന്ന് ചിരിച്ചു. ഹരിയും ഒന്ന് ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നിരുന്നു. വൈകിയാണെങ്കിൽ അവനെ വീണ്ടും തിരിഞ്ഞു നോക്കി. ഹരി അപ്പോഴേക്ക് നടന്നു പോയിരുന്നു. പക്ഷേ എന്തോ ഒരു ഉൾപ്രേരണയിൽ ഹരി ഒന്ന് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ കാണുന്നത് തന്നെ തിരിഞ്ഞു നോക്കി നിൽക്കുന്ന വൈഗയെയാണ്. അവൻ തെല്ലും സംശയത്തോടെ അവളിൽ നിന്ന് മുഖം മാറ്റി നേരെ നടന്നു. അപ്പോഴും വൈഗ അവനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി പോവുകയായിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.